ഉൽപ്പത്തി പുസ്തകം 22:12 വാക്യം. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. ദൈവഭയം വെളിപ്പെടുത്തിയാൽ സാക്ഷാൽ അനുഗ്രഹം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടുംബപ്രഭുക്കളെ, പരിശോധനകൾ ദൈവം ഭക്തന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതിൻ്റെ പുറകിലെ ഒരു കാരണം അവൻ കൊള്ളാകുന്നവനായി തെളിയിക്കപ്പെടണം എന്നുള്ളതാണ്. വിളിക്കപ്പെട്ടവൻ വിളിച്ചവന്റെ മുൻപാകെയും പ്രതിയോഗിയായ സാത്താന്റെ കാണുകയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ കൊള്ളാകുന്നവനെന്ന് തെളിയണം. വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച നമ്മുടെ ഉള്ളിലുള്ള ദൈവഭയം എത്രത്തോളം ഉണ്ട് എന്ന് പ്രിയരെ നാം വെളിപ്പെടുത്തണം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് ഏവർക്കും പറയാനും പറയിക്കുവാനും എളുപ്പമാണ്. എന്നാൽ അത് തെളിയിക്കുവാനുള്ള അവസരം ദൈവം അനുവദിച്ചു തരുമ്പോൾ അവിടെ പലരും പരാജയമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവഭയം യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെടാതെ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ആകെയില്ല എന്ന് നാം അറിയണം. ശ്രദ്ധിക്കണേ, ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ ശ്രമിച്ചാൽ ദൈവഭയം യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെടാതെ യഥാർത്ഥത്തിലുള്ള വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനാകുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവഭയം തെളിയിക്കുവാൻ ദൈവം ജീവിതത്തിൽ അനുവദിച്ചു തരുന്ന സാഹചര്യങ്ങളെ ജയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പരിശോധനകൾ നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയുള്ളതല്ല, നാം അനുഗ്രഹം അനുഭവിക്കുവാനും അനുഗ്രഹിക്കുന്നവരാകുവാനുമുള്ള യോഗ്യത കൈവരിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവം അബ്രഹാമിൻ്റെ ദൈവഭയത്തെ പരീക്ഷിച്ചറിയുവാൻ തീരുമാനിച്ചു. ദൈവം തനിക്കായി തിരഞ്ഞെടുത്ത് വിളിച്ചിറക്കപ്പെട്ടവനും ചില ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചവനുമാണ് അബ്രഹാം. സന്തതിയെ ദൈവം വാഗ്ദത്തം ചെയ്യുകയും നീണ്ട 24 വർഷങ്ങൾ അതിനുവേണ്ടി വിശ്വാസത്തോടെയും ക്ഷമയോടെയും കാത്തിരിക്കുകയും തലമുറയെ പ്രാപിച്ചവനും ആണ് അബ്രഹാം. ഇറങ്ങി പുറപ്പെട്ട അന്നു മുതൽ ദൈവഭയം തെളിയിക്കുവാൻ ദൈവം കൽപ്പിക്കുന്ന അന്നു വരെയും അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ദൈവത്തിനു വേണ്ടി നിലകൊള്ളുകയും ജീവിതം നയിക്കുകയും ചെയ്തവനുമാണ്. നീണ്ട വർഷങ്ങളുടെ വിശ്വാസ ജീവിതം നയിക്കപ്പെട്ടവൻ്റെ ദൈവത്തോടുള്ള ഭയം പ്രിയരെ എത്രത്തോളം എന്ന് പരിശോധിച്ചറിയുവാൻ ദൈവം തൻ്റെ മകനായ അബ്രഹാമിനെ വിളിക്കുകയാണ്. അത് വാസ്തവമായ ദൈവഭയം തെളിയിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിന് അബ്രഹാമിൻ്റെ മേൽ ചില നിർണായക അനുഗ്രഹങ്ങൾ കൂടി പകരുവാൻ വേണ്ടിയുള്ള നിയോഗവുമായിരുന്നു. നാം വർഷങ്ങളായി ദൈവവിളി കേട്ട് സത്യാരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരായിരിക്കും. നാം ദൈവത്തെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു, ദൈവത്തിൽ നാം ആശ്രയിക്കുന്നു, ദൈവത്തെ നാം വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ദൈവഭയം എങ്ങനെയുള്ളത് എന്ന് പ്രിയരെ ആത്മശോധന ചെയ്തു നോക്കിയിട്ടുണ്ടോ? നമ്മിലുള്ള ദൈവഭയത്തെ ദൈവം അംഗീകരിക്കത്തക്ക നിലയിലുള്ളതാണോ? ദൈവസ്നേഹത്തോടും വിശ്വാസത്തോടുമുള്ള ബന്ധത്തിൽ നിരവധി ദൈവാനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. പല ദൈവിക വാഗ്ദത്തങ്ങളും ദൈവം നമ്മിൽ പ്രിയരെ നിറവേറ്റി തന്നിട്ടുണ്ട്. എന്നാൽ ചില ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും കൂടി നമുക്ക് നൽകി തരുവാൻ ദൈവം നമ്മുടെ ദൈവഭയത്തെ തെളിയിച്ചു കാട്ടുവാൻ നമുക്ക് അനുവദിച്ചിരിക്കുന്ന പരിശോധനകളെ നാം അവഗണിക്കാതെ, അതിന് മുൻപിൽ പിറുപിറുക്കാതെ സന്തോഷത്തോടെയും പ്രത്യാശയോടെയും നേരിടുവാൻ തയ്യാറാകണം. അബ്രഹാം തൻ്റെ 100-ാമത്തെ വയസ്സിൽ ദൈവം നൽകിയ സന്തതിയെ ദൈവത്തിന് യാഗമർപ്പിക്കുക എന്ന ദൈവിക കൽപ്പന നിറവേറ്റുവാൻ ദൈവം നിശ്ചയിച്ച് അറിയിച്ച ആ മലയിൽ തന്നെ അബ്രഹാം തൻ്റെ മകനുമായി എത്തുകയും യാഗപീഠം ഒരുക്കി അവിടെ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തു. ഈ മകനെ യാഗം കഴിച്ചാൽ ദൈവം എന്നോട് പറഞ്ഞ
ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന വാഗ്ദത്തം നിറവേറുവാൻ ഈ മകൻ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യം എന്ന ന്യായവാദം മുഴക്കി. തൻ്റെ ദൈവഭയത്തിന് പോരായ്മ വരുത്തുവാൻ ആ ഭക്തൻ തുനിഞ്ഞില്ല. മകന്റെ ചോദ്യത്തിനു മുൻപിൽ തൻ്റെ ഹൃദയം പൊടിഞ്ഞെങ്കിലും അത് തൻ്റെ ദൈവഭയത്തിന് വിഘാതമാകാൻ സമ്മതിക്കാതെ, മകനെ, ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും എന്ന വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് താൻ മറുപടിയായി നൽകിയത്. ദൈവകൽപ്പനയോടുള്ള അനുസരണവും സർവശക്തനായ ദൈവത്തോടുള്ള ഭയവും നിമിത്തം തൻ്റെ മകനെ യാഗമാക്കുവാൻ കത്തി ഉയർത്തി നിൽക്കെ, തൻ്റെ മകൻ്റെ തന്നോടുള്ള അനുസരണയിലും ഭയത്തിലും പ്രസാദിച്ച തൃപ്തനായ പിതാവാം ദൈവം തക്ക സമയത്താണ് ഇടപെട്ടത്. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. തുടർന്ന് ദൈവഭയം തെളിയിച്ചവന് ദൈവം നിത്യമായ അനുഗ്രഹങ്ങൾ അവിടെ കൊടുക്കുകയാണ്. പ്രിയർ, ഈ പരീക്ഷയ്ക്ക് അനന്തരമാണ് യഥാർത്ഥ അനുഗ്രഹങ്ങൾ അബ്രഹാമിന് ലഭിച്ചത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായികൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അടുത്തത്, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. അടുത്തത്, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. അടുത്തത്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്നാണ് ദൈവം ആ യാഗത്തിന് അനന്തരം അബ്രഹാമിനോട് അരുളി ചെയ്തത്. കൂടപ്പുറപ്പുകളെ, എത്ര നാളായി വിശ്വാസ ആരാധനക്കാരായി തുടരുന്നു എന്നുള്ളതിലല്ല നമ്മിലുള്ള യഥാർത്ഥ ദൈവഭയം എങ്ങനെയുള്ളത് എന്നതിലാണ്. അത് പരസ്യമായി നാം തെളിയിക്കുന്നതിലുമാണ് നാം അനുഗ്രഹിക്കപ്പെടുവാനുള്ള മുഖാന്തരം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ചും പറയുമോ? നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ദൈവഭയം വെളിപ്പെടുത്തുവാനുള്ള ഏത് സാഹചര്യങ്ങളും പ്രിയരെ തള്ളിക്കളയാതെ അത് പ്രയോജനപ്പെടുത്തുവാൻ അതീവ ശ്രദ്ധാലുക്കളായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരും. പ്രിയരെ, ഇന്ന് പകലിലും ദൈവഭയം വെളിപ്പെടുത്തുവാൻ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ദൈവം അനുവദിച്ചു. ആ സാഹചര്യങ്ങൾ ഒഴിച്ചു മാറ്റിക്കളയാതെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ സാഹചര്യങ്ങളെ നേരിടാൻ എനിക്ക് ദൈവഭയമുണ്ട്, എനിക്ക് ദൈവത്തെ ആണ് ഇഷ്ടം, എനിക്ക് ദൈവത്തോടാണ് കാര്യം, ദൈവം കഴിഞ്ഞ് എനിക്ക് എന്ത് ഉള്ളൂ എന്നുള്ള ബോധ്യത്തിൽ നിന്ന് നമ്മുടെ ദൈവസ്നേഹം നമുക്ക് വെളിപ്പെടുത്തുവാനിടയാകട്ടെ. അതിനെന്നെ ദൈവം സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ അങ്ങയുടെ പാദപിടുത്തങ്ങളിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് തിരുവചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാൻ, ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഭയം, ദൈവാശ്രയവും വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവഭയം വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ യഥാർത്ഥ അനുഗ്രഹം, യഥാർത്ഥ വാഗ്ദത്ത നിവൃത്തിയൊക്കെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ ഗ്രഹിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമാണ് വചനം തന്നതിനായി സ്തോത്രം. ആ വചനത്തിന് കേൾവിക്ക് അനുസരിച്ച് ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരങ്ങളുടെ മക്കളുടെ മേൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധിക ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചൊരുങ്ങാം. മാറാനാഥ.